ഹായ് മക്കിൾസ്, അങ്ങനെ ഇന്ന് നമ്മുടെ കേരള വിദ്യാഭ്യാസ വകുപ്പ് ഒഫീഷ്യലായിട്ട് ഈ വർഷത്തെ അക്കാഡമിക് കലണ്ടർ അങ്ങോട്ട് പുറത്തിറക്കി. എന്താ സാറേ അക്കാഡമിക് കലണ്ടർ എന്ന് പറഞ്ഞാൽ ഈ വർഷം നിങ്ങളുടെ സ്കൂളിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെ, എക്സാം എന്നാ കണ്ടക്ട് ചെയ്യുക, കലോത്സവങ്ങൾ എന്നാ, അതിനെപ്പറ്റി പറയുന്ന കലണ്ടറാണ് നമ്മുടെ അക്കാഡമിക് കലണ്ടർ. സോ ഗൈസ്, ഓണം എക്സാമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഓണം എക്സാം ഉണ്ട്, ഓണ പരീക്ഷയുണ്ട്, അത് കഴിഞ്ഞിട്ട് നല്ല 10 ദിവസം കിഡിലിന് അവധിയുണ്ട്. സോ ആ ഡേറ്റ് ഒക്കെ ഞാനിപ്പോൾ പറയാം. അതിന് ഒരൊറ്റൊരു കാര്യം, നിങ്ങളുടെ സ്കൂളിൽ ഈ എല്ലാ സബ്ജക്റ്റിലും 2 പാഠങ്ങളൊക്കെ തീർന്നോ? ഫിസിക്സിന്റെ കേസിലൊക്കെ ആണെങ്കിൽ 2nd ചാപ്റ്റർ തുടങ്ങിയോ? നിങ്ങൾ ഓണം എക്സാമിന് പഠിക്കാൻ തുടങ്ങിയെന്നൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. ഞാൻ നോക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അവസ്ഥകളും എന്താണ്. സോ ഗൈസ്, നമുക്ക് നേരെ കലണ്ടറിലേക്ക് കടക്കാം. ഇതാണ് നമ്മൾ അടുത്ത മാസത്തെ കലണ്ടർ. ഈ കലണ്ടർ പ്രകാരം ഇത് ഏതാണ് മാസം? ഓഗസ്റ്റ് ട്ടോ. ഇന്ന് ജൂലൈ 5 ആണ്. ഓഗസ്റ്റ് 20-ാം തീയതിയാണ് നിങ്ങൾ ഓണ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് 20 ബുധനാഴ്ച. ഇന്ന് ജൂലൈ 5. അടുത്ത മാസം ആഗസ്റ്റ് 20 എന്ന് പറയുമ്പോൾ എത്ര ദിവസമാ? 45 അല്ലെങ്കിൽ 46 ദിവസങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇനി ബാക്കിയുള്ളത്. ഓഗസ്റ്റ് 20 ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യും. എന്നറിയോ എൻഡ് ചെയ്യുക? ഓഗസ്റ്റ് 27-ാം തീയതി. ഒരൊറ്റ ആഴ്ചയാണ് സമയം. ഓഗസ്റ്റ് 20 സ്റ്റാർട്ട് ചെയ്തിട്ട് 27-ാം തീയതി ബുധനാഴ്ചത്തോടു കൂടി സ്കൂളിൽ പാദവാർഷിക പരീക്ഷ അവസാനിക്കും. സാറേ ഇനി അവധി എന്നാ സ്റ്റാർട്ട് ചെയ്യുക? അങ്ങനെ ഈ ഓഗസ്റ്റ് മാസം എക്സാം കഴിഞ്ഞ് 29-ാം തീയതിയാണ് ഓണത്തിനുള്ള നിങ്ങളുടെ അവധി. 29-ാം തീയതി പൂട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം, തൊട്ടടുത്ത മാസം സെപ്റ്റംബർ മാസം 8-ാം തീയതി ആയിരിക്കും നിങ്ങൾക്ക് സ്കൂൾ തുറക്കുക. സോ ഗൈസ്, ഇതാണ് നിങ്ങളുടെ ഇതിവൃത്തം. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഓണം പരീക്ഷ 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് 27-ാം തീയതി അവസാനിക്കും. 46 ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. എന്നാൽ സാറേ ഓണം എക്സാം കഴിഞ്ഞിട്ട് സ്കൂൾ പൂട്ടുക 29-ാം തീയതി പൂട്ടിയിട്ട് അടുത്ത മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ 8-ാം തീയതിയാണ് സ്കൂൾ തുറക്കുക. ഇനി ഒരൊറ്റൊരു കാര്യം കൂടി പറയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് സാറേ ഓണ പരീക്ഷയ്ക്കുള്ള പോർഷൻസ് ഏതൊക്കെ, സാറേ ഓണം എക്സാമിന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ്, ഫ്രീ ആയിട്ട് ഷോർട്ട് നോട്ട്സ് കിട്ടുമോ, ഫ്രീ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുമോ, അങ്ങനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്രീ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരമാണ് ഇത്. നിങ്ങൾ ഈ ക്ലാസ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഏതൊരു കുട്ടി ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ക്ലാസ്സും ആയിക്കോട്ടെ, നിങ്ങളുടെ ക്ലാസ് ഏതാണെന്ന് ഈ നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് എജുപോർട്ട് ഫ്രീ ആയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരും, ഷോർട്ട് നോട്ട്സ് തരും, അങ്ങനെയുള്ള ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ തരും. സോ ഗൈസ്, നോ നാണം നോ മാനം, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ. സോ ഗൈസ്, അതിലെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. സോ നന്നായിട്ട് പഠിക്കുക. 46 ദിവസങ്ങളേ ഉള്ളൂ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കൂടെയുണ്ട് എജുപോർട്ട്. ബൈ.